ഹായ്. ഇന്നത്തെ ടോപ്പിക് ഹൂസ് ഈസ് ഇറ്റ്, ആരുടേതാണ് അത്. അതിന് ഒരു ആൻസർ പറയണമെങ്കിൽ എൻ്റേത്, അതല്ലെങ്കിൽ നിങ്ങളുടേത് എന്നൊക്കെയല്ലേ ആൻസർ പറയേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഹൂസ് ഈസ് ഇറ്റ്, ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ആരുടേതാണ് എന്ന് ചോദിച്ചാൽ എന്താവും അതിന് മറുപടി പറയുക? എൻ്റേതാണെങ്കിൽ എനിക്ക് പറയാം ഇറ്റ്സ് മൈൻ. ഇറ്റ് ഈസ് മൈൻ. ഇറ്റ് ഈസ് മൈൻ എന്നാണ്. ഇറ്റ്സ് മൈൻ. അത് നിങ്ങളുടേതാണ് എന്നാണ് മറുപടി പറയേണ്ടതെങ്കിലോ ഇറ്റ്സ് യുവേഴ്സ്. അവൻ്റേതാണ് എന്നാണെങ്കിലോ ഇറ്റ്സ് ഹിസ്. അവളുടേതാണ്, അത് അവളുടേതാണ്, ഇറ്റ്സ് ഹേഴ്സ്. ഇനി അത് അതിൻ്റേതാണ് എന്നാണെങ്കിലോ അതിൻ്റേതാണ്, അതിൻ്റേത്, അത് അതിൻ്റേതാണ് എന്ന് പറയേണ്ട അവസരങ്ങൾ നമുക്കുണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു ബാഗിൻ്റെ ഏതെങ്കിലും ഒരു ബട്ടൺ പോലെയുള്ളൊരു സാധനം അവിടെ അടർന്ന് വീണ് കിടക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ഇതെന്താ, ഇത് ആരുടേതാണിത് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് അത് അതിൻ്റേതാണ്, ആ ബാഗിൻ്റേതാണ്, അങ്ങനെയുള്ള ആൻസർ നമുക്ക് പറയേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇറ്റ്സ് എന്ന് പറയുന്ന ആദ്യത്തെ IT'S എന്നുള്ളത് ഇറ്റ് ഈസ് എന്നുള്ളതാണ്. പിന്നീടുള്ളത് ഇറ്റ്സ്, അതിൻ്റേത് എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം സിംഗുലറായിട്ടുള്ള പൊസസീവ് പ്രൊനൗൺസ് ആണ്. ഇതിനെയൊക്കെ മൈൻ, ഹിസ്, ഹേഴ്സ്, യുവേഴ്സ് എന്നൊക്കെ പറയുന്നത് പൊസസീവ് പ്രൊനൗൺസ് എന്നാണ് അതിനെ പറയുക. ഇതൊക്കെ സിംഗുലറായിട്ടുള്ള പൊസസീവ് പ്രൊനൗൺസ് ആണ്. ഇനി പ്ലൂറൽ ഫോമിലും ഇതൊക്കെ പറയണ്ടേ? അത് നമ്മുടേതാണ്, അതല്ലെങ്കിൽ ഞങ്ങളുടേതാണ് എന്ന് പറയണമെങ്കിലോ ഇറ്റ്സ് അവേഴ്സ്, അത് ഞങ്ങളുടേതാണ്. ഇത് അവരുടേതാണ് എന്നാണെങ്കിലോ ഇറ്റ് ഈസ് ദെയേഴ്സ്. അപ്പോൾ ആദ്യം ഉപയോഗിക്കുന്ന IT'S അത് ഇറ്റ് ഈസ് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. ഹൂസ് ഈസ് ഇറ്റ് എന്നാണ് നമ്മൾ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ. ഇതിന് പകരം ഹൂസ് ഈസ് ഇറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഒരു സിംഗുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതേ സമയം കുറേ ബുക്കുകളൊക്കെ അവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ അവിടെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ ചോദിക്കുക? ഹൂസ് ആർ ദേ? അവയൊക്കെ ആരുടേതാണ്? ഹൂസ് ആർ ദേ എന്ന് ചോദിക്കുമ്പോൾ അവയൊക്കെ ആരുടേതാണ്, അവിടെ കിടക്കുന്ന സാധനങ്ങളൊക്കെ ആരുടേതാണ് എന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിന് എങ്ങനെയാണ് ആൻസർ പറയുക? ഇറ്റ് ഈസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം കൂടുതൽ സാധനങ്ങളുണ്ട്. അപ്പോൾ ദേ ആർ മൈൻ. ദേ ആർ എന്നുള്ളത് ഷോർട്ട് ഫോമിൽ ദേ എഴുതി RE എന്നെഴുതിയാൽ ദേ ആർ എന്നായി. അവയൊക്കെ എൻ്റേതാണ്. ദേ ആർ യുവേഴ്സ്, അതൊക്കെ നിങ്ങളുടേതാണ്. ദേ ആർ ഹിസ്, അവയൊക്കെ അവൻ്റേതാണ്. ദേ ആർ ഹേഴ്സ്, അവയൊക്കെ അവളുടേതാണ്. ഇനി ദേ ആർ ദെയേഴ്സ് എന്ന് പറഞ്ഞാൽ അവയൊക്കെ അവരുടേതാണ് എന്നായി. ദെയേഴ്സ് എന്ന് പറയുന്നത് അവരുടേത്. ദേ ആർ എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് ദേ എഴുതി RE എഴുതുന്നത്. അപ്പോൾ ദേ ആർ ദെയേഴ്സ് എന്ന് പറഞ്ഞാൽ അവയെല്ലാം അവരുടേതാണ്, അല്ലെങ്കിൽ അവയൊക്കെ അവരുടേതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പൊസസീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെ ഒരു പൊസഷൻ, എൻ്റേത്, നിൻ്റേതോ എന്നൊക്കെ പറയാനാണ് ഇത്തരം പൊസസീവ് പ്രൊനൗൺസ് ഉപയോഗിക്കുന്നത്.